സത്യം സത്യം പോലെ പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേളി മാണി പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാവ്യയാണ് ഇഷ്ടം, പക്ഷേങ്കിൽ ഞാൻ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഗൾഫ് രാഷ്ട്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളി മാണിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരുപാട് നേടിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് നേടാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ നേടുന്നു പേളി മാണിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പേളി മാണിക്ക് ഇവിടെയുള്ള ആൾക്കാരെയൊന്നും വലിയ വിലയൊന്നുമില്ല, ഒരുത്തനെയും വിലയില്ല. അല്ലെങ്കിൽ പേളി മാണി ഇതൊന്നും കാണാൻ വേണ്ടി ശ്രമിക്കാറുമില്ല, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പേളി മാണി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം നിർത്തിയിട്ട് വീട്ടിൽ പോടേ, എന്തിനാടേ വെറുതെയെങ്കിലും ഇവിടെ കിടന്ന് തല്ലുകൂടുന്നത്, എന്തിനാ ഇവിടെ തല്ലുകൂടുന്നത്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്യണേയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല എന്ന് പേളിമാണി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിമാണി ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. പേളിമാണി ഒരു രൂപ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല, ഒരു നാരങ്ങ വെള്ളം പോലും ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ല. നിങ്ങളറിയോ, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊതിച്ചോറ് വേണം എന്ന് പറയുമ്പോൾ, അതായത് ഏതെങ്കിലും സംഘടന വന്നിട്ട് ഒരു പൊതിച്ചോറ് വേണം നാളെ ഇന്ന് ആശുപത്രിയിലേക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഒരു കുത്തരി കുത്തരി ഒക്കെ വാങ്ങിച്ച് അവർ ചോറൊക്കെ വെച്ചിട്ട് അവരെങ്ങനെയെങ്കിലും കൊടുത്തുവിടും. കാരണം ഇതിൽ കൊടുക്കുന്നത് മുഴുവൻ സാധാരണക്കാരാണ്. അതായത് വലിയ പണക്കാരോ വലിയ സെലിബ്രിറ്റികളോ ഒന്നുമല്ല. ഇപ്പം നമ്മളൊക്കെ ഈ പിന്നെന്താ പറയുക, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേര് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിന്നിട്ടുണ്ടാവും. ഇനി എന്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഏത് പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞാലും ശരി, അവിടെ കൊടുക്കുന്നത് ഒരു വലിയ പുണ്യം തന്നെയാണ്. അതൊന്നും പേളിമാണീനെ പോലെയുള്ള ആൾക്കാർക്കോ പേളിമാണിക്കൊന്നും മനസ്സിലാവില്ല. കാരണം എന്താ, തനിക്ക് കിട്ടുന്ന കോടികളും ലക്ഷങ്ങളും എന്ന് പറഞ്ഞ സ്വരുക്കൂട്ടി വെച്ച് തനിക്കും തൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും മാത്രം, അതാണ് പേളിമാണി എന്ന് പറയുന്ന നമ്മളെല്ലാം വിചാരിക്കുന്ന. ഇതിൽ വീഡിയോ കണ്ട് നമ്മളൊക്കെ പേളിമാണി എത്ര നല്ല മനുഷ്യസ്നേഹിയാണ്, പേളിമാണിയുടെ സ്വഭാവം എന്താ മാങ്ങാത്തൊലി സ്വഭാവം, ഒരു തേങ്ങയില്ലായിരുന്നു. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വേഷങ്ങൾ ഇങ്ങനെ പുറത്തു വന്നില്ലേ. അതായത് എന്തൊക്കെ അസംബന്ധമാണ് പറയുന്നത്. നിങ്ങൾ പോയി വീട്ടിൽ പോയിക്കോളൂ, എന്തിനാ അവിടെ കിടന്ന് അടി വാങ്ങിക്കുന്നത്, ആരോടോ അടിക്കുന്നത്, അവിടെ അടിക്കുന്നത് ആരാണ്? നമ്മളൊക്കെ കണ്ണുപൊട്ടന്മാരാണോ? ഇവിടെയൊക്കെയുള്ള BJP-ക്കാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടിക്കെതിരെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വരെ നിശബ്ദമായി പ്രതികരിക്കുന്നുണ്ട്. അതായത് ഓരോ മനുഷ്യൻ്റെയും കരളലിഞ്ഞു പോകും. അമ്മാതിരി അടിയല്ലേ. പോലീസുകാർ അടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് യൂണിഫോമോ നെയിം ബോർഡോ ഇല്ലാതെ എത്ര ആൾക്കാർ അവിടെ നിരങ്ങുന്നുണ്ട്. അതാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ എന്തിനാടേ അവിടെ പോയിട്ട് കിടക്കുന്നത്, അതുകൊണ്ടല്ലേ കിട്ടിയത് എന്നാണ്. അതായത് നമ്മൾക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷ, അതുപോലെ PSC പരീക്ഷ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിക്കാൻ പാടില്ല. ഇനി ഏതിതായാലും ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താ കേരള PSC പ്രശ്നങ്ങളിലുണ്ട്, അവന്മാരെയും ചാട്ടവാറിനടിക്കണം. ആ കേരള PSC ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവന്മാരെയും ചാട്ടവാറിനടിക്കണം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവന്മാരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നീറ്റ് പരീക്ഷയിൽ എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും അത് ചോർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ മന്ത്രി രാജിവെക്കുക തന്നെ വേണം. അതുമാത്രമല്ല, ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തുറുങ്കിലടക്കുക, അതല്ലേ വേണ്ടത്, അതാണ് വേണ്ടത്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ പേരിൽ കുറേ എണ്ണം ജീവൻ ഒടുക്കിയിട്ടുണ്ട് കുറേ വിദ്യാർത്ഥികൾ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, നീറ്റ് പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി പോയിട്ട് പുഴയിൽ ചാടി. ആ ഒരു ഡ്രൈവർ കണ്ടതുകൊണ്ട് മാത്രമല്ലേ രക്ഷിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് പറയുകയാണ്, എൻ്റെ പൊന്നു മാതാപിതാക്കളെ, നീറ്റാണ് വലിയ സംഭവം എന്ന് വിചാരിക്കരുത്. നീറ്റും കോപ്പൊന്നും അല്ല വലിയ സംഭവമാണെന്ന്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ശരിയാണ്, എൻ്റെ മക്കളെ നീറ്റിൽ ഒന്നുമല്ല, നിങ്ങളങ്ങ് വിട്ടേക്കോ അവരാ. അതാണ് വേണ്ടത്. അവർ പഠിക്കോ പഠിക്കാതിരിക്കും എന്തോ വേണം ചെയ്യട്ടെ. അവർക്ക് ഇതുണ്ടെങ്കിൽ അവർ ആ ഒരു രാശി ഉണ്ടെങ്കിൽ അവർ പഠിക്കും, അത് ഉറപ്പാണ്. അല്ലാതെ നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഭാവിയുള്ളൂ എന്ന് കരുതുന്ന മാതാപിതാക്കളും വിഡ്ഢികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെന്താ നീറ്റൊക്കെ എഴുതിച്ചിട്ടാണോ നമ്മളെ ഇവിടം വരെ എത്തിയത്? നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ പകുതി ദിവസവും ക്ലാസ്സില്ലാതെ സ്കൂളിലാണ്. അതിൻ്റെ കാരണം എന്താ അറിയാം, ഇപ്പം 2 ദിവസമായിട്ട് കേരളത്തിൽ പല സ്കൂളുകളിൽ തന്നെ വിദ്യാഭ്യാസം എന്താ, ഇന്നലെ വിദ്യാഭ്യാസം എന്താണ്, ഇന്ന് വിദ്യാഭ്യാസം എന്താണ്. പക്ഷേ മാനേജ്മെൻറ്റ് സ്കൂളിലുള്ള എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. CBSE പഠിക്കുന്ന പിള്ളേർ നല്ല വൃത്തിക്ക് പഠിക്കുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, വിദ്യാഭ്യാസ ബന്ധ് അട്ടഹസിച്ചുകൊണ്ട് ടീച്ചർമാർക്കും മാഷന്മാർക്കും നല്ല സുഖാടുന്ന് വേഗം വീട്ടിൽ പോയിട്ടിരിക്കുക, ഉള്ള പണിയും ചെയ്യുക. അതാണ് പണ്ടും ഇത് തന്നെയാണ് നടന്നത്. പണ്ട് എല്ലാവരും പഠിക്കുമ്പോൾ നമ്മളൊക്കെ വിദ്യാഭ്യാസ ബന്ധു എന്ന് പറഞ്ഞിട്ട് പോയി, അത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിമാണീനെ പോലെയുള്ള ആൾക്കാരൊന്നും നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. കാരണം അവരൊന്നും കിട്ടൂല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ 2 തോണിയിലല്ല 4 തോണി ഉണ്ടെങ്കിൽ അതിൽ മുഴുവൻ കാല് വെക്കുന്ന ടീമാണ്. നമ്മളെ മറ്റേ പിന്നെ എന്താ പറയണ്ടേ, അഭിനയ കുലപതിയില്ലേ, മറ്റേ എന്താ പറയണ്ടേ, ആ അയ്യോ നമ്മളെ ജയറാമേട്ടൻ, അതേപോലെയാണ്.
ജയറാമേട്ടനെ കണ്ടില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാവരും ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, ഏടുന്ന ഒരു തട്ട് കിട്ടരുത്. താനും തൻ്റെ കുടുംബവും അതുപോലെ 2 മക്കളും എന്ന് പറയുന്ന ടീം തന്നെയാണ് ഈ പേളിമാണിയും. അല്ലാതെ പേളിമാണി ഇപ്പം നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അവർ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വെറും പൊട്ടന്മാരായിട്ട് അവരെ അങ്ങ് വലിയ എന്തോ ഒരു സംഭവമാണ്. അതോ ഇതൊക്കെ അഭിനയമാണോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അതിൽ നിന്ന് വന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വിവരം കെട്ടവന്മാരാണ് ഈ ഷോയിൽ പോകുന്നത്. അതിൻ്റെ പേരിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒലക്കെയാണ് ഇട. കുറച്ച് വിവരം കെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പേളിമാണി അവിടെ പോയിട്ടും പേളിമാണിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പേളിമാണി വീഡിയോ ചെയ്യും. അപ്പൊ പേളിമാണിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം, അവരുടെ മക്കൾ അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളിൽ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ എന്താ പറയേണ്ടത്, ഇത് കാണുമ്പോഴും നമുക്ക് തന്നെ എല്ലാവർക്കും വേദനയാണ്. അതായത് ഈ സമരങ്ങളും ഇതൊക്കെ കാണുമ്പോഴും അവിടെ കിടന്നിട്ട് ഓരോ ആൾക്കാർ ഇത് ചെയ്യുമ്പോഴൊക്കെ നമുക്കും വേദന തന്നെയാണ്. അവരെ പറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ ഇവിടെ പല ആൾക്കാരും പറയുന്നത് കേൾക്കുമ്പോഴും നമുക്ക് വേദന തന്നെയാണ്. അതായത് ഇതിനിടയ്ക്ക് ഒരു നേതാവ് തന്നെ പറയുന്നുണ്ട് കോടിക്കണക്കിന് ഉറുപ്പിയാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേദനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, എല്ലാ സംവിധാനങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എവിടുന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലും പണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നുഴഞ്ഞുകയറ്റക്കാരോ ഉണ്ടെങ്കിലും മനസ്സിലാകും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ അലമ്പാക്കാൻ വേണ്ടിയിട്ട് ചില ടീമുകൾ മനഃപൂർവ്വവും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. അതാണ് ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോഴേ യൂണിഫോം ഒന്നും ഇല്ലാതെ ഒരു ചെങ്ങായി വന്നിട്ട് വെളിച്ചടിക്കുന്ന നടന്ന് എമ്മാതിരി അടിയാ അടിക്കുന്നതെന്നറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറാ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്? അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണ് തെറ്റ് ചെയ്തത്, ആ തെറ്റ് ചെയ്തവനെ പിടിച്ച് പുറത്താക്കിയാൽ പോരേടോ. ആ തെറ്റ് ചെയ്ത നീ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഒരാളും ചെയ്യില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇത് ചെയ്യില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നമാണത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് മാത്രമേ എല്ലാവരും തീരുമാനിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അഴിമതി കേസിൽ ജയിലിൽ കിടന്ന നമ്മുടെ കേരളത്തിൽ ആർ ബാലകൃഷ്ണ പിള്ളേനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അതായത് അഴിമതി കേസിൽ പിടിച്ചിട്ട് പിന്നെ ഇതാക്കിയത് ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലും അഴിമതിയാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് എന്നില്ല, നീറ്റ് എന്നില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, പലതരത്തിലും കമ്മീഷനും കാര്യങ്ങളും തന്നെയാണ്. എന്തിനധികം പറയുന്നത്, ഇന്ന് നമ്മുടെ സ്ഥലത്ത് എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറായാൽ പോലും ഓന് വരെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പറയണ്ട 20,000 രൂപേൻ്റെ പണി 4,000 രൂപ കമ്മീഷൻ വാങ്ങിക്കുന്ന ടീമൊക്കെ ഉണ്ട്. ഇല്ലാന്നും പറയണ്ട, ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാണ്ടിക്കൂലടോ, അങ്ങനെയൊന്നും ഇല്ലാണ്ടിക്കൂല. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോഴും എന്ന് പറഞ്ഞ് നമ്മുടെ പേളിമാണിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്ന് പ്രതികരിക്കും തന്നെ. അപ്പൊ പേളിമാണിക്ക് തോന്നി ഇതെങ്ങനെ പ്രതികരിക്കും. അപ്പോഴേ തോന്നി എന്നാ എനിക്ക് കാവ്യ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങൊരു പോസ്റ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ എന്താ പേളിമാണി ഇങ്ങനെ പറഞ്ഞിട്ടാ. പേളിമാമ നമ്മളെ കൂടിയാണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ പേളിമാണി മറ്റേവരോട് അറിയാം വീട്ടിൽ പോകുന്നത്. ഇത് കേട്ടപ്പോൾ മറ്റേവർക്ക് ഇതായി, നീ അല്ല ഇപ്പൊ കാവ്യ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട് ഇപ്പൊ എന്താ പറയുന്നത്, പിള്ളേരോട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും തൊടാതെ പേളിമാണി പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, പിള്ളന്മാർ വേഗം വീട്ടിൽ പോയിക്കാം, മിണ്ടാൻ പാടില്ല, എന്തേ ഉണ്ടായെങ്കിലും മിണ്ടാൻ പാടില്ല. പേളിമാണിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സമരം, എന്തിനാ സമരം എന്നൊന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ അങ്ങനെയാണ്. അവരുടെ സുഖം, അവരുടെ ജീവിതം, അവരുടെ കുടുംബം, അതിലപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതുപോലുള്ള ഒരു മനസ്സിനുടമയാണ് പേളിമാണി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അവർക്ക് അവരുടെ ജീവിത സുഖത്തിന് വേണ്ടിയിട്ടും അതുപോലെ അവരുടേതായ ലൈഫിന് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അതല്ലേ അവർ ചെയ്യുന്നത്. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ആരാ? നമ്മളെ പോലെയുള്ള ഈ ജനങ്ങൾ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ആരാ? നമ്മൾ ഈ പേളിമാണിന് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ പേളിമാണീൻ്റെ അടുക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഇതായിട്ട് പോകുന്നത് എന്ന് എക്സിറ്റ് അടിച്ചിട്ട്, അതായത് അൺസബ് ചെയ്തിട്ട് എന്ന് വിചാരിച്ചപ്പോൾ പേളിമാണിക്ക് എന്തെങ്കിലും പറ്റുമോ? ഒരു ചുക്കും പറ്റത്തില്ലടേ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വേണ്ടുന്നത് ഉണ്ടാക്കി. ഇനി എന്ത് തേങ്ങാക്കൊലി ഉണ്ടായാലും അവർക്കൊന്നും ഒരു ഒലക്കിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കിടന്നിട്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. പേളിമാണിക്ക് സംഭവിച്ച സിബി മലയിലിനെ പറഞ്ഞത് വളരെ തെറ്റായിപ്പോയായിരുന്നു. കാരണം എന്താ വെച്ചാൽ 3 ദേശീയ അവാർഡും 5 കേരള സംസ്ഥാന അവാർഡും നേടിയ ഒരു ഹിറ്റ് സംവിധായകനെ അങ്ങേര് എന്നാന്ന് പറഞ്ഞത് ഫീൽഡ് ഔട്ടായ സംവിധായകൻ എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഹങ്കാരമുണ്ട്. അതാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്തുണ്ടെങ്കിലും ഇത് എപ്പോഴും ഒന്ന് പുറത്ത് ചാടും. ഈ അഹങ്കാരങ്ങൾ എങ്ങനെയെങ്ങും പുറത്ത് ചാടും, അതേ ഉള്ളൂ.
അതുകൊണ്ട് പേളി മാണി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യം മാത്രമാണ് മക്കളെ. അല്ലാതെ ഒരുത്തനെയും പിന്തുണക്കാനുമില്ല, ഒരുത്തനെ ഇതാക്കാനുമില്ല. മനസ്സിലായ? കൃത്യമായിട്ട് അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞല്ലോ. അത് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയുന്ന ഉള്ളതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ പേളിയുമാണ് എങ്ങനെ ഇത് പേളി ഒരു തേൻ കൊലയില്ല. എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും അത്രയേ ഉള്ളൂ. ഇനി എന്തിന്റെ പേരിലായാലും ശരി മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ.